മുഖക്കുരു വന്നാൽ പൊട്ടിക്കാറുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കൂ. മുഖക്കുരു വന്നാൽ അത് പൊട്ടിച്ചു കളയാതെ കൈകൾക്ക് ഒരു സ്വസ്ഥതയുണ്ടാകില്ല. ചിലപ്പോൾ സാധാരണയായി വന്നു പോകാവുന്ന ഒരു മുഖക്കുരുവായിരിക്കും. എന്നാൽ അത് പൊട്ടിച്ച് വികൃതമാക്കി പാടാവുകയും ചെയ്യും. പാടായാൽ പിന്നെ അത് മാറുക പ്രയാസമായിരിക്കും. ചില മുഖക്കുരു ഹോർമോണൽ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളുമാവാം. അത് ഡോക്ടറെ സമീപിച്ച് കൃത്യമായി ചികിത്സ ആവശ്യമായതുമാണ്. ചർമ്മത്തിന് എണ്ണമയം നൽകുന്നത് സീബം എന്ന സ്രവമാണ്. സെബേഷ്യസ് ഗ്രന്ഥികളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം സീബത്തിന്റെ ഉൽപാദനം കൂടും. ഗ്രന്ഥികൾക്കുള്ളിൽ സ്രവം നിറഞ്ഞ് വീർത്ത് മുഖക്കുരുവായി മാറും. മുഖക്കുരു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മുഖക്കുരു ഉള്ളവർ ഇടയ്ക്കിടെ മുഖം കഴുകുന്നതും മുഖം അമർത്തി തുടയ്ക്കുന്നതും നല്ലതല്ല. വീര്യം കുറഞ്ഞ ഫേസ് വാഷോ ക്ലെൻസറോ ഉപയോഗിച്ച് മുഖം 2 നേരം വൃത്തിയാക്കാം. PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ അതിനുള്ള ചികിത്സ തേടണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മേക്കപ്പ് നീക്കം ചെയ്യാൻ മറക്കരുത്. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചർമ്മരോഗ വിദഗ്ധന്റെ നിർദ്ദേശം തേടണം. അതേപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ മാനസികാരോഗ്യം പ്രധാനമാണ്. മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നിവ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ സീബത്തിന്റെ ഉൽപാദനം നിയന്ത്രിക്കാൻ കഴിയും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തിയ ഡയറ്റാണ് ഇതിനായി പിന്തുടരേണ്ടത്. എണ്ണയുടെയും മധുരത്തിന്റെയും അമിത ഉപയോഗം നിയന്ത്രിക്കണം. ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവ ഒഴിവാക്കുക. പാൽ, ചീസ് എന്നിവയുടെ അമിത ഉപയോഗവും മുഖക്കുരു വർദ്ധിപ്പിച്ചേക്കാം. മുഴുധാന്യങ്ങൾ, ഗോതമ്പ്, ഓട്സ്, ബ്രൗൺ റൈസ് എന്നിവ ആഹാരത്തിന്റെ ഭാഗമാക്കാം.